ഹലോ, ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495116601. ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ വഴി എടുക്കുന്നതാണോ നല്ലത്, അഥവാ ഓഫ്ലൈൻ അഥവാ ഏജൻറ്റ് വഴി എടുക്കുന്നതാണോ നല്ലതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു ഹെൽത്ത് പോളിസി ഓൺലൈൻ വഴി എടുക്കുമ്പോൾ മെയിനായി 2 ഗുണങ്ങളാണ് മെയിനായി കിട്ടുന്നത്. അതായത് ഒന്നാമത്തെ ഗുണം, നമ്മൾ ഒരു പോളിസി ഓഫ്ലൈനായോ ഏജൻറ്റ് വഴിയോ എടുക്കുന്നതിനേക്കാൾ 10% വരെ ഡിസ്കൗണ്ട് കിട്ടും. അത് ചിലപ്പോൾ ഏജൻറ്റ് വഴി എടുക്കുമ്പോൾ ആ 10% നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതാണ് നമ്പർ 1 ഗുണമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പോളിസിയിലുള്ളത്. രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പോളിസി എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾ തമ്മിലുള്ള പോളിസി തമ്മിൽ അവയുടെ റേറ്റ് തമ്മിൽ നമുക്ക് നോക്കി ഏതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്, മറ്റുള്ള ഫീച്ചറുകൾ ഏതാണ്, അവ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്, അവ തമ്മിലുള്ള എല്ലാം നോക്കിയെടുക്കാൻ പറ്റും. അതായത് സാധാരണ നമ്മളൊരു ഏജൻറ്റിൻ്റെ അടുത്ത് ഓഫ്ലൈനായ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ മിക്കവാറും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ 2 പ്രൊഡക്റ്റൊക്കെ കാണുകയുള്ളൂ. പക്ഷേ ഓൺലൈൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് കമ്പനിയുടെ ഓഫറുകളും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ഇപ്പോൾ മറ്റടുത്ത് ഒരു 30,000 രൂപ പറയുന്നത് ഇവിടെ അതേ 30,000 പ്ലസ് അതിന് ചിലപ്പോൾ 10% കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് കമ്പനികൾ തമ്മിൽ നമുക്ക് നോക്കാൻ പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. ഈ 2 ഗുണങ്ങളാണ് ഓൺലൈൻ പർച്ചേസിൽ കൂടി മാത്രം ലഭിക്കുന്ന ഗുണങ്ങളാണ്. എന്നാൽ ഓൺലൈൻ പർച്ചേസ് ചെയ്ത വഴി ഈ 2 നേട്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ അതിൻ്റെ ദോഷങ്ങൾ വളരെ ഏറെയാണ്. അതിൽ ഒന്നാമത്തെ ദോഷം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് കൂടി നമ്മൾ ഒരു ഹെൽത്ത് സർവീസ് എടുക്കുമ്പോൾ അതിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് കൂടി നമുക്ക് ലഭിക്കുന്നത് സർവീസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ആയിരിക്കണം. അതായത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റോ നമുക്കൊരു അഡ്മിഷൻ കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണം കമ്പനിയെ അറിയിക്കുവാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും. അതായത് നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞ് നമുക്കൊരു അഡ്മിഷൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരും തന്നെ നടക്കാറില്ല, നമ്മളെ പുറകെ നടക്കാൻ ആരും കഴിയില്ല. അതായത് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ നോർമൽ ഒരു 60% പോളിസികൾ നമ്മളെ പോളിസി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കഴിയും. എന്നാൽ എന്തെങ്കിലും പോളിസിയിൽ തമ്മിൽ റിലേഷനോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയായി കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇടപെടണം. അതായത് നമ്മളാണ് പോളിസി എടുത്തിരിക്കുന്നത്, നമ്മൾ ഒരു ആവശ്യമായി അഡ്മിറ്റായി ഒരു ആക്സിഡൻറ്റ് കേസായി നമ്മൾ സ്വന്തമായി ആക്സിഡൻ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് പോളിസി കമ്പനിയുമായി ഇടപെടാനുള്ള സമയം കിട്ടത്തില്ല, നമുക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ല, നമ്മളെ മാനസികാവസ്ഥ വേറെ ഒന്നായിരിക്കും. എന്നാൽ ആ സമയത്താണ് ഒരു ഏജൻറ്റിൻ്റെ വില നമ്മൾ അറിയുന്നത്. ആ ഏജൻറ്റിൻ്റെ നമ്പർ മാത്രമുണ്ടെങ്കിൽ നമ്മളതിലോ നമ്മളെ വീട്ടുകാരിലോ ഉണ്ടെങ്കിൽ അവർ ഏജൻറ്റിനെ വിളിക്കുമ്പോൾ അവർ ബാക്കിയുള്ള സഹായങ്ങൾ ചെയ്യും. അതാണ് നമ്പർ 1 പോയിൻറ്റ്. ഇവിടെ നമുക്ക് സെൽഫ് സർവീസ് ആയിരിക്കും, അവിടെ നമ്മളെ സഹായിക്കാൻ വേറൊരാൾ ഉണ്ടായിരിക്കും. അതാണ് ഏജൻറ്റ് വഴി പോളിസി എടുക്കുമ്പോഴുള്ള മെയിനായുള്ള നേട്ടം. ഈ ഏജൻറ്റ് സർവീസ് സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ തള്ളിക്കളയാൻ പറ്റൂല. അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ പർച്ചേസും ഇത് ബാങ്ക് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇതിൽപ്പെടും. ബാങ്ക് വഴി പർച്ചേസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു മാനേജർ മാത്രമാണ് നമുക്ക് പോളിസി എടുത്തു തരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ആ മാനേജർ വേറൊരു തേർഡ് പാർട്ടി മുഖാന്തരമായിരിക്കും നമ്മളെ സർവീസ് ശരിയാക്കി തരുന്നത്. പക്ഷേ ആ മാനേജർ എല്ലാം മാറിപ്പോവുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ വിളിച്ചാലും സർവീസ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായി പലവരും പറഞ്ഞിട്ടുണ്ട്. അതും ഓൺലൈനുമായി ആണ് ഇത് താരതമ്യം ചെയ്യുന്നത്. നമുക്കൊരു ഏജൻ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ റീംബേഴ്സ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ക്യാഷ്ലെസ് റിജക്റ്റ് ആവുകയും റീംബേഴ്സ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കമ്പനിക്ക് നമ്മൾ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ നമുക്ക് കമ്പനി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. മിക്ക കമ്പനിയുടെ ഹെഡ് ഓഫീസ് കേരളത്തിലല്ലായിരിക്കും, കേരളത്തിന് പുറത്തായിരിക്കും.
പക്ഷേ നമുക്ക് ആ ഹെഡ് ഓഫീസുമായി ഡയറക്റ്റ് മെയിൽ അയക്കാനും അങ്ങനെ പോകാനുള്ള സാഹചര്യം അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലായിരിക്കുമല്ലോ, നമ്മളെ ബന്ധുക്കളോ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ നിൽക്കാനുള്ള സമയം കിട്ടത്തില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു ഏജൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഏജൻറ്റ് മുഖാന്തരം അത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയത് അത് അപ്പോൾ തന്നെ ക്യാഷ്ലെസ് ആക്കി മാറ്റാനുള്ള സാഹചര്യം ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ടി വരത്തില്ല, ക്യാഷ്ലെസ് ആയി തന്നെ കിട്ടും. പക്ഷേ ഒരു ഏജൻറ്റ് ഇല്ലെങ്കിൽ നമുക്കത് റീബേസ്മെൻറ്റിലെ ഘട്ടത്തിലോട്ട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പോളിസിയല്ല, ഒരു 60% പോളിസിയും ഓൺലൈൻ പോളിസി ചിലപ്പോൾ നോർമലായി അങ്ങ് കയറിപ്പോവും. ബാക്കി ഒരു 40% പോളിസിയുടെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളുടെ ഇതിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു റീംബേഴ്സ്മെൻറ്റ് ചെയ്യണം. അതായത് ഇപ്പം പറഞ്ഞല്ലോ, നമുക്ക് ക്യാഷ്ലെസ് റിജക്റ്റ് ചെയ്തു, അത് റീംബേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഹോസ്പിറ്റലിലെ ബില്ലും ഫോമുകളെല്ലാം അപ്ലൈ ചെയ്ത് ഹെഡ് ഓഫീസിൽ കൊടുക്കണം. ഒന്നാമത് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ പുറകെ നടക്കണം. നമുക്ക് ജോലിയുള്ളവരായിരിക്കാം, പല പല ആവശ്യങ്ങളുള്ളതായിരിക്കും. നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ വീണ്ടും നമ്മൾ സമയം പോവുകയാണ്. ചിലപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ പഠിച്ച് നമ്മൾ അത് ചെറിയ ചെറിയ ബില്ലുകളാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാത്ത പോലില്ല. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് മറ്റ് കേസുകൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും നമുക്ക് ഉണ്ടാകുന്ന ചിലവുകളെല്ലാം ചെറിയ ചെറിയ ബില്ലുകൾ 1000, 2000, 5000 ഒക്കെ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കമ്പി റിമൂവ് ചെയ്യാൻ പോകുന്നതും അതിനുള്ള ബില്ലുകളെല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് പക്ഷേ നമ്മൾ ഒരു ബില്ലിന് വേണ്ടി നമ്മൾ ഒരു ദിവസം കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കാൻ പാടായിരിക്കും. പക്ഷേ ഒരു ഏജൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഏജൻറ്റിനെ കോൾ വിളിച്ചിട്ട് ഇതെല്ലാം കൂടെ ഏജൻറ്റിനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏജൻറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ 1 വർഷം കൊണ്ടുള്ള സർവീസ് വളരെ വലുതാണ്. നമ്മൾ ആ 1 വർഷത്തെ ഡിസ്കൗണ്ടിന് വേണ്ടി മാത്രമാണ് ഏജൻറ്റിനെ കട്ട് ചെയ്ത് നമ്മൾ ഓൺലൈൻ പോളിസി എടുക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഒരു ക്ലെയിം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുമായി വളരെ ടൈപ്പ് ഉള്ള ഒരു ഏജൻ്റ് ആണെങ്കിൽ ആ റിജക്ഷൻ അപ്പം തന്നെ മാറ്റി ക്യാഷ്ലെസ് ആക്കി തരുന്നതായിരിക്കും. അത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അതിപ്പോൾ നിങ്ങളൊരു പല ബിസിനസ്സും ചെയ്യുന്നവരായിരിക്കുമല്ലോ. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളൊരു കസ്റ്റമർ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ ആയിരിക്കും. അതായത് നിങ്ങളെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഒരു ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അവരെ കാര്യം മുൻഗണന ചെയ്യത്തില്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഓരോ ഏജൻറ്റും അവർക്ക് വിലപ്പെട്ടതാണ്. അവർ ഓരോ ബിസിനസ്സും കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് അവർ നേരിട്ട് ചെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് ഒരു ഏജൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ കാര്യം അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ക്ലെയിം റിജക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഏജൻറ്റ് സപ്പോർട്ടിങ് വളരെ വലുതാണ്. പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും എല്ലാ ഏജൻറ്റുകാരും അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ടിങ് കിട്ടുന്നില്ലെന്ന്. അത് വേറൊരു വിഭാഗമാണ്. അത് നിങ്ങൾ ആദ്യം ഒരു പോളിസി എടുക്കുമ്പോൾ, നിങ്ങൾ ഒരു ഏജൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ ഒരു കാര്യവും ഒരു പോളിസി എടുക്കുമ്പോൾ നോക്കരുത്. സാധാരണ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള വീട്ടുകാരോ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിലുള്ളവരോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അവരായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എടുത്തു തരുന്നത്. പക്ഷേ അവർ ഇതിൽ പ്രൊഫഷണൽ അല്ലായിരിക്കും. അവർ ചിലപ്പോൾ ഒരു കട നടത്തുന്നവരായിരിക്കും. അവരതിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട അങ്ങനെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന കൂടെ അതും ഇതിൻ്റെ സൈഡ് വ്യൂ ആയി ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. അവർ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അവർ വേറൊരു ബിസിനസ് മേഖലയിട്ട് തിരിയുമ്പോൾ ഇവർ ഈ ഇൻഷുറൻസ് ഫീൽഡ് തന്നെ വിടും. അങ്ങനെ വരുമ്പോൾ ആ ഏജൻ്റൊക്കെ നിങ്ങൾക്ക് സർവീസ് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള തെറ്റാനും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയിൽ മിനിമം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് മാത്രം ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഗുഡ് സർവീസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഫുൾ ടൈം ഇൻഷുറൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരെയും കൂടെ നിങ്ങൾ അതായത് പരിചയപ്പെടുമ്പോൾ ഒന്ന് തിരഞ്ഞെടുത്ത് അവർ ഫുൾ സമയം ഇൻഷുറൻസിലാണോ വർക്ക് ചെയ്യുന്നത്, വർഷങ്ങളായി ഇതിൽ ചെയ്യുന്നുണ്ടോ, ഈ ഇൻഷുറൻസ് കമ്പനിയായി അവർക്ക് നല്ല ടൈപ്പാണോ എന്നും കൂടി നിങ്ങൾ ലോഹിതത്തിൽ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവരുമായി ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻഷുറൻസ് റിന്യൂവൽ സമയം സാധാരണ ഓൺലൈനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ റിന്യൂവൽ ടൈം ആകുമ്പോൾ അവിടുന്ന് മെസ്സേജ് 1-2 പ്രാവശ്യം മെസ്സേജ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിന് പുറത്തായിരിക്കും അവരുടെ ഹെഡ് ഓഫീസ്. അവിടുന്ന് ഹെഡ് ഓഫീസിന് ചിലപ്പോൾ മലയാളത്തിലല്ലായിരിക്കും, ഹിന്ദിയിലോ ഇംഗ്ലീഷിലേക്കായിരിക്കും നിങ്ങളോട് വിളിച്ച് സംസാരിക്കുന്നതിന്. ചിലപ്പോൾ അത് എല്ലാവർക്കും അത് മനസ്സിലാവുന്നൊന്നുമില്ല. അത് 1-2 കോളും വരും, ഒരു മെസ്സേജും വരും. എന്നാൽ നിങ്ങൾ ഒരു ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിൽ ആ ഏജൻറ്റ് നിങ്ങളെ നേരിട്ട് ഫോൺ വിളിക്കുകയും അത് ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് റിന്യൂവൽ ചെയ്യാനുള്ള സാഹചര്യം അവർ ഒരുക്കി തരിക, അവർ തന്നെ റിന്യൂവൽ ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. നിങ്ങളൊന്നും അറിയണ്ട.
പിന്നെ നിങ്ങൾ ഓൺലൈൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് ഓൺലൈൻ അല്ല ഒരു ഏജൻറ്റ് വരികയാണെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് 5-ാം തീയതി ഇന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പേയ്മെൻറ്റ് ഇല്ല. മിക്ക ഏജൻറ്റുമാർ അവരെ കയ്യിൽ നിന്ന് അടച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൈസ വരുമ്പോഴാണ് അവരെ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് വഴി ഏജൻറ്റ് വഴി ചെയ്യുന്നത്. ഈ സർവീസുകളെല്ലാം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ വെറും വർഷത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി ഓൺലൈൻ വഴി എടുക്കുന്നത് വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന പോളിസിക്ക് മാത്രമാണ് ഈ 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാം നോർമലും ആയിരിക്കും. അതും വേറെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് എൻറോൾമെൻറ്റ് മെത്തേഡ്. അതായത് നിങ്ങളെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ ഇൻഷുറൻസിൻ്റെ പേര് തിരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യാം, നിങ്ങൾ അതിൽ ഒരുപാട് നേരം അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. നിങ്ങൾക്കെല്ലാം തിരക്കുള്ളവരായിരിക്കും. പക്ഷേ ഒരു ഏജൻറ്റ് വഴിയാണ് എടുക്കണമെങ്കിൽ അവരൊരു ഹെഡ് ഓഫീസിൽ ഓരോ ഏജൻറ്റിനും ഓരോ ഓഫീസുണ്ട്. ആ ഏജൻറ്റിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജൻറ്റ് ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഏജൻറ്റ് ഡയറക്റ്റ് ഇതെല്ലാം പേര് മാറ്റാനോ എന്തെങ്കിലോ ഒരാളുടെ കുറയ്ക്കാനുണ്ടെങ്കിലോ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഏജൻറ്റ് സ്പീഡ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഓൺലൈൻ എടുക്കുന്ന പോളിസികളാണെങ്കിൽ അതെടുക്കാനും നിങ്ങൾക്ക് മെയിൽ അയച്ച് ഒരുപാട് കടമ്പകൾ കടക്കാം. നിങ്ങളുടെ സമയവും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ പോളിസി തന്നെ ക്യാൻസലായി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു ഏജൻറ്റ് വഴി മാത്രമേ പോളിസി എടുക്കാവൂ. നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഒരു ഓഫീസ് നിങ്ങളെ കീഴിലായിരിക്കും എടുക്കുന്നത്. ഓൺലൈൻ എടുക്കുമ്പോൾ ഹെഡ് ഓഫീസിന് ഡയറക്റ്റ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ ഓഫീസിൽ പോയി നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ പറ്റും. നിങ്ങൾ അവിടുന്ന് പോളിസി എടുക്കാതെ ഹെഡ് ഓഫീസിൽ ഓൺലൈൻ പോളിസി എടുത്തിട്ട് നിങ്ങൾ ചോദിക്കുമായിരിക്കും അവരെ ഓഫീസിലേ ഇവിടെ ഇരിക്കുന്നത്, അവിടെ ചെന്ന് സംസാരിച്ച് അവർ പറഞ്ഞു തരണ്ടേ? ശരിയായിരിക്കും. പക്ഷെ എല്ലാവരും ബിസിനസ് മൈൻഡാലിറ്റി ആണല്ലോ. അപ്പോൾ അവരുടെ ഓഫീസ് അവരൊക്കെ കസ്റ്റമർ അല്ലാത്തതുകൊണ്ട് അവർക്ക് പറഞ്ഞു തരുന്നതിന് ലിമിറ്റ് കാണും. അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ റൂൾ ഉണ്ടെങ്കിലും പക്ഷേ അവർക്ക് ഡയറക്റ്റ് പറഞ്ഞു തരാനും നമ്മളെ സഹായിക്കാനും അവർക്ക് അപ്പോൾ അപ്രീതി കാണും. അതുകൊണ്ട് ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഏജൻറ്റിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഡയറക്റ്റ് ഒരു ഏജൻറ്റ് വഴി പോളിസി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു പോളിസി ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് പല കമ്പനിയായി ഇത് നോക്കാതെ. ഓക്കെ, നിങ്ങൾ ആദ്യമേ അങ്ങനെയാണെങ്കിൽ ബുദ്ധിപരമായി എല്ലാ കമ്പനിയുടെ ചാർട്ട് എടുത്ത് അങ്ങനെ നോക്കിയിട്ട് എല്ലാ ഫെസിലിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഏതാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയിട്ട് ആ കമ്പനിയുടെ ഏജൻറ്റിനെ നിങ്ങൾ വെളിയിൽ അന്വേഷിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ ഏജൻറ്റുമായി സംസാരിച്ച് ആ ഏജൻറ്റ് വഴി പോളിസി എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കൂടിപ്പോയാൽ ഫസ്റ്റ് വർഷം 10% ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ 10% ഡിസ്കൗണ്ട് വരെ പല ഏജൻസി ഓഫീസുകളും പല രീതിയിൽ ഓഫറുകൾ തന്നിട്ട് അതുപോലത്തെ ആ റേറ്റിൽ തന്നെ തരുന്നുമുണ്ട്. പിന്നെ ഈ ഓൺലൈൻ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏജൻറ്റുമാർ നിങ്ങളുമായി ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ നിങ്ങളുമായി ഡയറക്റ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻ വേണമെന്ന് ഈ ഏജൻറ്റിന് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചുള്ള പോളിസി ആയിരിക്കും തരുന്നത്. ഇപ്പോൾ മിക്ക പോളിസികൾക്കും ആഡ് ഓൺ ഫെസിലിറ്റി ഉണ്ട്. ഓൺലൈൻ വഴി എടുക്കുന്ന സമയത്ത് ഈ ആഡ് ഓൺ പലതും നമുക്ക് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ നമുക്കറിയില്ല. എന്നാൽ മറ്റ് ഏജൻ്റ് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആഡ് ഓൺ ആക്കി തരുന്ന പോളിസി തരും. അപ്പോൾ ചിലപ്പോൾ റേറ്റ് തമ്മിൽ അങ്ങനെയായിരിക്കും വ്യത്യാസവും വരുന്നത്. നമ്മൾ അതൊന്നും ചിന്തിക്കാതെ ഓൺലൈൻ നോക്കിയിട്ട് റേറ്റ് ഏറ്റവും ലോ റേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ പോളിസി എടുത്തിട്ട് ഇത് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ലൈഫ് ടൈം സപ്പോർട്ടിങ് കൂടിയുള്ള ഒരു ഏജൻറ്റ് വഴി ഒരു പോളിസി എടുക്കുകയാണ് ഏറ്റവും നല്ല ബെറ്റർ ഐഡിയ എന്നാണ് എൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ആലോചിച്ച് ഒരു ഏജൻറ്റിനെ എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ? എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും. ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. മന്ത്ലി EMI ഓപ്ഷൻ, അതും എമർജൻസി സിറ്റുവേഷനിൽ EMI സപ്പോർട്ടിംഗ്, എല്ലാ പോളിസികൾക്കും OP ഓഫർ.